പ്ലാന്റ് പ്രോട്ടീൻ വേഴ്സസ് ആനിമൽ പ്രോട്ടീൻ, ഏത് പ്രോട്ടീനാണ് നമുക്ക് മസിൽ ബിൽഡിങ്ങിന് നല്ലത്? എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, വെജിറ്റേറിയൻ സോഴ്സസിൽ നിന്ന് നമ്മൾ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മസിൽ ബിൽഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അതിനാദ്യം നമ്മൾ അറിയേണ്ടത് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്നാണ്. പ്രോട്ടീൻ എന്ത് വെച്ചാണ് ബിൽഡ് ചെയ്യുന്നത്? ബേസിക്കലി പ്രോട്ടീൻ ബിൽഡ് ആവുന്നത് അമിനോ ആസിഡ്സിൽ നിന്നാണ്. സോ ദർ ആർ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. സോ നമ്മൾ ആനിമൽ പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ആനിമൽ പ്രോട്ടീനകത്തും എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ വെജിറ്റബിൾ സോഴ്സസ് പ്രോട്ടീൻ എടുക്കുമ്പോഴത്തേക്കും മിക്ക വെജിറ്റബിൾ സോഴ്സ് പ്രോട്ടീനിലും അമിനോ ആസിഡ്സ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അതായത് മിക്ക അമിനോ ആസിഡ്സും കാണത്തില്ല. അതിനാൽ തന്നെ നമ്മുടെ ആനിമൽ പ്രോട്ടീൻ്റെ ബയോ അവൈലബിലിറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ വാല്യൂ, നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടുതലും, നേരെ മറിച്ച് വെജിറ്റബിൾ പ്രോട്ടീൻ സോഴ്സസിന്റെ ബയോളജിക്കൽ വാല്യൂ കുറവായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും വെജിറ്റബിൾ സോഴ്സസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസിൽ ബിൽഡിംഗ് നടക്കില്ല. ബേസിക്കലി അതല്ല സത്യം. ഒരു സയന്റിഫിക് റിസർച്ച് അനുസരിച്ച് ആനിമൽ പ്രോട്ടീൻ സോഴ്സസ് കഴിക്കുന്ന ആളെയും വെജിറ്റബിൾ പ്രോട്ടീൻ സോഴ്സസ് കഴിക്കുന്ന ആളെയും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഓവറോൾ പ്രോട്ടീൻ ഇൻടേക്ക് രണ്ടുപേരുടെയും ഈക്വൽ ആയിരുന്ന സമയത്ത് അവർ സെയിം എമൗണ്ട് ഓഫ് മസിൽ മാസും ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് ഓഫ് സ്ട്രെങ്തുമാണ് ബിൽഡ് ചെയ്തത്. സോ ഇതിന്റെ കൺക്ലൂഷൻ വെച്ചാൽ നിങ്ങൾ ഏത് പ്രോട്ടീൻ, ബേസിക്കലി ഒരു ബാലൻസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നെങ്കിലും നിങ്ങൾ ഏത് പ്രോട്ടീൻ സോഴ്സ് എടുത്താലും അത് നിങ്ങളുടെ ഡെയിലി ഇൻടേക്ക് പ്രോട്ടീൻ കംപ്ലീറ്റ് ആക്കുമെന്ന് ഉറപ്പുവരുത്തുക, ആൻഡ് യു വിൽ ബിൽഡ് അപ്പ് സ്ട്രെങ്ത് ആൻഡ് മസിൽ.